ഇടതു സർക്കാരിന്റെ രണ്ടാം ഭരണ തുടർച്ചയുടെ 3-ാം വർഷം ആഘോഷിക്കുമ്പോൾ ജനങ്ങൾക്ക് ആ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 3 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്? രണ്ടാം പിണറായി സർക്കാർ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഫസ്റ്റത്തെ പിണറായി സർക്കാർ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പം 2 പ്രളയം വന്നു, എന്നിട്ടും നമ്മൾ ഈ സർക്കാർ നമ്മളെ വീഴാതെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ ഒരു ബേസിലാണ് രണ്ടാമതും കേരളത്തിൽ ആദ്യമായിട്ട് രണ്ടാമതൊരു പാർട്ടി തന്നെ ഭരണത്തിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി വന്നിട്ടുണ്ട്. അതിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മളെന്നാണ് പറയാനുള്ളത്. അപ്പോൾ പലരും പറയുന്നുണ്ട് ആദ്യത്തെ 5 വർഷത്തെ പോലെയല്ല, പിന്നെ വന്നപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ടും എല്ലാ മേഖലയിലും തകർച്ചയാണ് വന്നിട്ടുള്ളതെന്നാണ് പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാമ്പത്തിക തകർച്ച എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം പറയുന്നത് വെച്ചാൽ സർക്കാർ ജീവനക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, DA കിട്ടുന്നില്ല, പോലീസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇതാക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് എല്ലാ ഗവൺമെൻറ്റിനും ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. 2002 ആന്റണീൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകൾ മൊത്തം അടച്ചുപൂട്ടാൻ, എത്രയോ 1000-ൽ കൂടുതൽ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ളൊരു തീരുമാനം ഉണ്ടായി. അന്ന് എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇപ്പം അങ്ങനത്തെ ചിന്താഗതിയും കാര്യങ്ങളൊന്നും ആർക്കില്ല. സ്കൂളുകൾ അങ്ങനെ അടച്ചുപൂട്ടാനുള്ള രീതിയാണെന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത്രയും വ്യത്യാസം നമ്മുടെ വിദ്യാഭ്യാസത്തിലും കാര്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാത്തിലും വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേരളം ഒരുപടി മുകളിലാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളും. അപ്പം അതിനും മുകളിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ബിൽഡ് ചെയ്യേണ്ടതുണ്ട്. അത്രയും പറയാം. അപ്പോൾ ഈ സർക്കാർ തന്നെ വീണ്ടും ഇനിയും വരട്ടെ എന്ന് ഈ സർക്കാർ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ കൂടുതൽ മികച്ച ഭരണത്തോടു കൂടി ഈ സർക്കാർ തന്നെ വരണം എന്നാണ് ആഗ്രഹം. രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 3 വർഷം തികഞ്ഞ് 4-ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു സാധാരണ ജനമെന്ന നിലയിൽ ഈ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും പറയാൻ പറ്റില്ല. എന്തിനു പറയാം, ഇപ്പം മഴവെള്ളം നാട്ടിലുള്ളതുകൊണ്ട് ഇപ്പം മഴയും പെയ്യുന്നു, മനുഷ്യന്മാരും എല്ലാം നടക്കണ്ടേ, പണിയില്ല, ഒരു കൂലിയില്ല, ഒന്നുമില്ല. മഴയ്ക്ക് മുമ്പേ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ല എന്നാണോ? അത് ഇപ്പം അതിനുള്ള പണി നേരത്തെ എടുക്കണമല്ലോ. മഴ വന്നിട്ട് മഴ പെയ്തിട്ട് കാര്യമില്ലല്ലോ, ഫസ്റ്റിലല്ലേ ചെയ്യേണ്ടത്. ഇതൊക്കെ മഴ പെയ്തിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നേരത്തെ ഫസ്റ്റിലേ ചെയ്യേണ്ട പണിയാണ്. മഴ പെയ്തിട്ട് ഇതിനു മുമ്പ് വെള്ളപ്പെരുക്കം വരുമ്പോൾ എന്ത് ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പോഴും ഈ വെള്ളപ്പെരുക്കം വരുമ്പോൾ ഇപ്പം ആ സമയം പണി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിരുന്നു. ഫസ്റ്റിലാണ് ചെയ്യേണ്ടത്. ഇനി വെള്ളം കയറിയിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ സർക്കാർ കുറച്ചു നാൾ മുമ്പേ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. അപ്പോൾ സാധാരണ ജനം എന്ന നിലയിൽ ചേട്ടനും ആ നിലയിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുണ്ടോ? നമ്മളതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ടുള്ളത് നമ്മൾ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഉള്ളവർ കൊടുക്കുകയും ചെയ്യും, ഓരോ കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ നടക്കുന്നത്. ഈ സർക്കാർ തന്നെ ഇനിയും ഭരണം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? അവരിപ്പം വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഇത് വെള്ളപ്പെരുക്കത്തിന് ഒന്നും പറയാൻ പറ്റൂല. ഇതിന് നേരത്തെ ഇതൊക്കെ മുൻകൂട്ടി കരുതി ചെയ്തിരുന്നെങ്കിൽ ഇതിനും പ്രശ്നം വരില്ലായിരുന്നു. ഇപ്പം ഇപ്പൊ ആരൊന്നാലും എല്ലാരും ഇങ്ങനെ തന്നെ. വേറെ സർക്കാർ വന്നാലും അവരെന്ത് ചെയ്യും? ഇവരെ കുറ്റം പറയാം, അവരെ കുറ്റം പറയും. ആരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൊതുജനം ഏത് സർക്കാർ വന്നാലും പൊതുജനം അനുഭവിക്കട്ടെ എന്നാണ്. പൊതുജനം എന്ന് പറഞ്ഞല്ല, അല്ല അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാരും എന്തിര് ഇപ്പൊ ഈ പ്രണം കൊള്ളാന്ന് പറഞ്ഞിട്ട് വേറെ ആളിങ്ങനെ ഇടുന്നു. അവര് വന്നാൽ ഇതന്നെയല്ലേ നടക്കുന്നത്. ഇതിനു മുമ്പേ അങ്ങനെയല്ലേ. അപ്പൊ ഈ ഭരണം സാധാരണ ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെയൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. ഇത് വെള്ളപ്പെരുക്കത്തിന്റെ കാര്യം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. നേരത്തെ ഇത് മുൻകൂട്ടിയേ അറിയണമായിരുന്നു. ഇതിനു മുമ്പ് ഒരിക്കൽ വെള്ളപ്പൊക്കം ടക്കുന്ന് വന്നതല്ലേ, ആ സമയം അറിഞ്ഞു ചെയ്തായില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം വന്ന് അതിന് കണക്കായിട്ട് നേരത്തെ ചെയ്തതിന് നമ്മൾ ഡ്രെയിനേജൊക്കെ ചെയ്യുന്ന പരിപാടി അതൊക്കെ ചെയ്യണമായിരുന്നു.
ഇത് ഡ്രൈനേജ് ക്ലിയർ ഇല്ലല്ലോ. ഗൾഫിലൊക്കെ എങ്ങനെ ഇത് നോക്കല്ലേ, ഒരു ദിവസം മഴ പെയ്താലും അവിടെ വെള്ളപ്പൊക്കം കൂടുതലാണ്. പക്ഷെ അതിന് കണക്കായിട്ട് അതിന് മുമ്പേ കറക്റ്റായിട്ട് ആ മഴ വരുന്നെങ്കിൽ ഉടനെ തന്നെ എല്ലാം ക്ലിയർ ആക്കും. പക്ഷെ ഇവിടെ അത് ചെയ്യില്ലല്ലോ. എന്നിട്ട് സർക്കാരിന് പണമില്ല എന്ന് പറയും. അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ ആര് വന്നാലും ഇവരെ കുറ്റം പറയും, അവരെ കുറ്റം പറയും. ഇത് തന്നെ ഇതിനുള്ള ഇത്. ചേട്ടാ, രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് ഏകദേശം 3 വർഷം പൂർത്തീകരിച്ച് 4ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഒരു പൊതുജനം എന്ന രീതിയിൽ ഈ സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് ചേട്ടന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ഭരണമാണ് ഇപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് പെൻഷനായിരുന്നാലും എല്ലാം മുടങ്ങി കിടന്നവരെ ഇപ്പം കൊടുത്ത്. അപ്പം എല്ലാ രീതിയിലായിരുന്നാലും നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റോഡായിരുന്നാലും പാലങ്ങളായിരുന്നാലും ഏതെല്ലാം രീതിയിൽ ഗവൺമെന്റിനെ പറ്റി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. ഈ പ്രതിപക്ഷത്തിരിക്കുന്നവര് പലതും പറയുമല്ലോ, അതൊക്കെ ജനങ്ങളല്ലേ വിലയിരുത്തണത്. നമ്മള് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നല്ലൊരു ഭരണമാണ്, നല്ല ഒരു ഇതാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ആരോഗ്യ സർക്കാരിന്റെ നേട്ടമല്ല, അതൊരു കോട്ടമായിട്ടല്ലേ കണക്കാക്കുന്നത്. ആരോഗ്യരംഗത്ത് എന്ന് പറയുന്നത്, ആരോഗ്യരംഗം നേരത്തെ ശൈലജിച്ചിരുന്നപ്പോ എന്ത് നല്ല ഇതായിട്ട് പോയി. ഇപ്പൊ മന്ത്രി വീണായിരുന്നാലും നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ഇവിടെ. ഈ മരുന്നില്ല, ഓരോരുത്തര് പറയുമ്പോൾ മരുന്നില്ല, അത് കിട്ടാനില്ല, ഇത് കിട്ടാനില്ല. മന്ത്രിമാര് നേരിട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം അവിടെ ഉണ്ട്. ഇതിങ്ങനെ ചുമ്മാ പറയണതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നല്ല ഭരണമാണ്. നല്ല ഇപ്പൊ പാവങ്ങൾക്കായിരുന്നാലും ഫ്രീ ആയിട്ടാണ് എല്ലായിടത്തും ചികിത്സ അനുവദിക്കുന്നത്. മെഡിക്കൽ കോളേജിലായിരുന്നാലും എവിടെയായിരുന്നാലും തുച്ഛമായിട്ടുള്ള കാശിനാണ് മരുന്ന് എല്ലാം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർക്കാരിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അത് ജനങ്ങള് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റത്തില്ല. ബാക്കിയുള്ളവര് നല്ല സർക്കാരിനെ കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുന്നവരാരും ഒന്നും പറയത്തില്ല. കൃത്യമായി നടപ്പാക്കുന്നില്ല. ഇല്ല പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഈ ഇപ്പം പൈപ്പ് ലൈനിന്റെ പദ്ധതി വന്നു. പൈപ്പ് ലൈനിന്റെ പദ്ധതി വന്ന് സർക്കാർ ഇവിടെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ഒരു വലിയ ഒരു ബോർഡാണ് വെച്ചത്. നരേന്ദ്രമോദി സർക്കാരിന്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഇത്. അതിന്റെ 3/4% കൊടുക്കുന്നത് കേരളവും, കേന്ദ്രത്തിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അതിന്റെ തിരിച്ച് ബദൽ ബോർഡ് ഇവിടെ ആൾക്കാർ വെക്കുകയും ചെയ്തത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അങ്ങനെയല്ല പറയണത്. ഈ ഇവിടുത്തെ സർക്കാരിനെ പറ്റി ഈ കേരളത്തെ മാതൃകയാക്കാനാണ് ഓരോ സംസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും നല്ല രീതിയിലുള്ള ഭരണം വിലയിരുത്തലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും സർക്കാർ തുറന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് ഞാൻ. കാര്യം വെച്ചാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസിലും എല്ലാം ഒരമ്മ ഒറ്റ മക്കളെ പോലെ കഴിയുന്ന രാജ്യമാണ്, സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ ഒരു ജാതിപരമായിട്ട് വർഗീയപരമായിട്ട് ഏതൊരു തരത്തിലുള്ള അടികളോ വിദ്വേഷങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വർഗീയത ഇല്ലാതെ ഒരു അമ്മമാരിക്കായിരുന്നാലും നമ്മളെ പെങ്ങന്മാർക്കായിരുന്നാലും വെളിയിലൊക്കെ ഇറങ്ങി നടന്ന് നല്ല രീതിയിൽ പഠിക്കാൻ പോകണമെങ്കിലും ജീവിക്കണമെങ്കിലും ഈ ഇടതുപക്ഷ സർക്കാർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടം ഇവിടെ ഉള്ളത്. മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ വർഗീയപരമല്ല ജാതി കുറഞ്ഞ അങ്ങനത്തെ അടിയൊന്നും ഇവിടെ ഇല്ല ഈ സർക്കാർ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇനിയും ഈ സർക്കാർ എന്നെ തുടർന്ന് വരണമെന്നാണ് എന്റെ അഭിപ്രായം. രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 3 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഒരു സാധാരണ ജനം എന്നുള്ള നിലയിൽ ഈ സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ 5 വർഷം നല്ലതായിരുന്നു, ഭരണം ഓക്കെ ആയിരുന്നു. കാരണം നമുക്ക് പ്രളയം വന്ന സമയത്തായാലും കോവിഡ് സമയത്തൊക്കെ ആയാലും നല്ല ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഹാഫ് വളരെ മോശമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് മോശം എന്ന് പറയാൻ? ഇപ്പൊ നമുക്ക് ടോട്ടൽ എല്ലാ കാര്യത്തിലും അറിയാമല്ലോ. ഇപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ ജനങ്ങൾക്ക് ഹെൽപ്പായിട്ട് ഒന്നുമേ വരുന്നില്ല. ഇപ്പൊ നമുക്ക് KSRTC എടുത്താലും ഒരുപാട് പേർക്ക് പെൻഷനൊക്കെ ഇപ്പോഴും കിട്ടാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഇപ്പൊ നമുക്ക് എല്ലാ മേഖല എടുത്താലും പല പല പ്രശ്നങ്ങളാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു സർക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സാധാരണക്കാർക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനോട് ചേച്ചി യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി എപ്പോഴും നമ്മൾ ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് ഫാമിലിയെ പോലും പല കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ നമുക്കിപ്പോ ജോബിന്റെ കാര്യം എടുത്താൽ പോലും ഇപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പൊ ജോലി സാധ്യത കുറവാണ്. അപ്പൊ അതിനെ കുറച്ചും കൂടെ ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. അപ്പൊ ഈ സർക്കാർ തന്നെ തുടർന്നും ഭരണത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തുടർന്ന് വരണമെന്നത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ടോട്ടലി നോക്കുവാണെങ്കിലും വീണ്ടും നല്ല ഭരണമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ ഈ പോകുന്ന സാഹചര്യമനുസരിച്ച് വളരെ മോശമായിട്ടാണ് വരുന്നത്. പുതിയ സർക്കാർ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. ഓക്കെ. അപ്പൊ പൊതുജനങ്ങൾക്ക് പൊതുവെ ഒരു ബുദ്ധിമുട്ട് രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്കും അനുഭവപ്പെടുന്നുണ്ട്. അതെ അതെ. ചേട്ടാ, രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 3 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്താണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഭരണത്തെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല, എല്ലാം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത സർക്കാർ വരുന്നത് ആൾക്കാർക്ക് ഗുണമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ടാണല്ലോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. അപ്പൊ ആ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോയത് കൊണ്ടാണല്ലോ രണ്ടാമതും വന്നത്. അപ്പൊ രണ്ടാമത് വന്നതിന് ശേഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലാണോ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ആൾക്കാർക്ക് ഒരു കാര്യമായിട്ട് ഒരു ഹെൽപ്പാവൊന്നും ഈ ഗവൺമെന്റിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് വേറെ പുതിയ സർക്കാർ പറഞ്ഞായിരിക്കും നല്ലത്. അപ്പൊ സാധാരണക്കാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിൽ. തീർച്ചയായും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ 3 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്താണ് ഈ ഒരു സർക്കാരിനെ കുറിച്ച് പറയാനുള്ളത്? വിദ്യാഭ്യാസത്തിൽ നോക്കണമെങ്കിൽ നല്ലൊരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കുറവായിട്ടൊന്നുമില്ല. പഠിത്തത്തിലായിരുന്നാലും പുതിയതായിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പായിട്ടാണ് തോന്നുന്നത് പഠിത്തത്തിന്റെ കാര്യത്തിൽ. ബാക്കിയുള്ള കാര്യത്തിൽ അത്ര അറിയില്ല. പഠിത്തത്തില് ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ഈ ഐ ടി ലിറ്റിൽ കൈറ്റ്സും പറഞ്ഞ് കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പം അതിൽ ഗ്രേസിനെക്കാളും അതിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പൈത്തൺ ഇഷ്ടം പോലെയൊക്കെയാണ് പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് വെച്ച് ഈ അറിവ് ഇതൊക്കെ വരുമ്പം നമുക്ക് ആ ഒരു ലെവലിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം 10 കഴിഞ്ഞിട്ട് നമുക്ക് സയൻസ് അതിനായിട്ട് പോകാനൊക്കെ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ നല്ലൊരു മുന്നേറ്റമാണല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്? യെസ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന്, മുന്നോട്ട് വരട്ടെ എന്നും അങ്ങനെ എനിക്ക് ഇഷ്ടം. ഇപ്പോഴത്തേക്കും ഇതിൽ കൂടുതൽ നല്ല കൊണ്ടുവരാൻ പറ്റിയെന്നെങ്കിൽ എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. വേറെ സർക്കാരിന് അവസരം കൊടുക്കുക അങ്ങനെയുള്ളൊരു ഇതിനേക്കാളും നല്ല ഡെവലപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ BJP ആണെങ്കിൽ BJP സർക്കാർ വന്നാല് നല്ല മാറ്റങ്ങളാണെങ്കിൽ ആ സർക്കാർ തന്നെ തുടരട്ടെ എന്നാണ് അഭിപ്രായം. ചേട്ടാ, രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്നിട്ട് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. 4ാമത്തെ വർഷത്തിലേക്ക് വരികയാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്താണ് ഈ സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് പറയാനുള്ളത്? ഭരണത്തെക്കുറിച്ച് സംബന്ധിച്ച് ആവറേജാണ്. കാരണം വലിയ പ്രതീക്ഷകളൊന്നുമില്ല നമുക്ക്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും 1ാം പിണറായി സർക്കാരിൻ്റെയും ഭരണത്തെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ആദ്യത്തെ 5 വർഷം പിന്നീട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അങ്ങനെ തോന്നി. അതെ, ഇപ്പോൾ വിലക്കയറ്റമാണ്, പിന്നെ സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ, പിന്നെ എല്ലായിടത്തും അഴിമതിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സാധാരണ ജനങ്ങൾ, അതായത് കൂലിപ്പണിക്കാർ, അതുപോലെ ചെറിയ ചെറിയ ജോലികൾ, ബിസിനസ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എല്ലാത്തിനും വിലക്കയറ്റമാണ്. ഇവർ 5 വർഷം മുമ്പ് പറഞ്ഞത് ഒന്നിനും വിലക്കയറ്റം ഉണ്ടാവില്ല എന്ന് നമുക്കൊരു ഉറപ്പ് തന്നിരുന്നു. അതൊന്നും പാലിക്കാൻ സാധിച്ചില്ല. പിന്നെ ഇപ്പോൾ മദ്യം, ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള എല്ലായിടത്തും കൊടുക്കാനാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും 1ാം പിണറായി സർക്കാരിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പിന്നിലാണ്. വളരെ മോശമായൊരു ഭരണ തുടർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഈ സർക്കാർ മുന്നോട്ട് വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഇനി അടുത്ത തവണ ഒരു പുതിയ സർക്കാർ വരണമെന്നുള്ളതാണ്. UDF സർക്കാർ വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മാറ്റം അനിവാര്യമാണ്. കാരണം നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് 5 വർഷം കൂടുമ്പോൾ മാറ്റം അനിവാര്യമാണ്. പുതിയ സർക്കാർ വരുമ്പോൾ മാത്രമാണ് ഈ വികസനവും മറ്റ് എന്ത് കാര്യങ്ങളും
വികസനം മുരടിച്ചൊക്കെ ഉണ്ട് ഇപ്പോൾ. അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ പുതിയൊരു സർക്കാർ വരണം. അപ്പൊ ഇത് ഭരണം തുടർന്ന് വന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്ന് കരുതുന്നുണ്ട്. അല്ല, പൊതുവേ ഇപ്പം നരേന്ദ്രമോദി സർക്കാരായാലും ഒരു 10 വർഷം ഇരുന്നതിന് ശേഷമുള്ള ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു. അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ കൂടിയും അവിടെയും ഒരു മുരടിപ്പ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ 10 വർഷമൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു തുടർച്ചയോടുള്ള ഒരു വിരസത ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് പ്രധാന കാരണം. പിന്നെ ദൂർത്താണ് ഏറ്റവും കൂടുതൽ. സാധാരണ ജനങ്ങളെ സംബന്ധിക്കുന്ന മറ്റ് ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ കോടികൾ ചെലവാക്കി ഓരോ യാത്രകൾ നടത്തുക, കേരളീയം പോലുള്ള പരിപാടികൾ, അങ്ങനെ ഒത്തിരി പരിപാടികൾ നടത്തുന്നു. ദൂരത്തുണ്ടാകുന്നുണ്ട്, വിദേശ യാത്രകൾ പോകുന്നു. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയില്ല അങ്ങനെ കേരളീയം പോലുള്ള പരിപാടി നടത്തി. പക്ഷെ അതിന്റെ റിസൾട്ട് എന്താണ്? ഇപ്പൊ തന്നെ ഈ വെള്ളപ്പൊക്കത്തില് ഇദ്ദേഹം ഗവൺമെന്റ് മുൻപ് പോയിട്ട് വന്നിട്ട് റിവർ പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പൊ അതൊക്കെ എവിടെയാണ്? ഒന്നും പോയി കണ്ടു പഠിച്ചിട്ട് വരുന്നതെന്നല്ലാതെ നിലവിൽ നടപ്പാകുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ അഴിമതിയും ഉണ്ട്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത്രയധികം അഴിമതി. അങ്ങനെ പറയാനില്ല. അത് നമുക്കറിയാലോ. നമ്മുടെ ഈ കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് അഴിമതിക്ക് ഒരു ഗവൺമെന്റും പിന്നിലൊന്നുമല്ല. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് രണ്ട് പാർട്ടി ഒരുപോലെ തന്നെയാണ്. UDF ആയാലും LDF ആയാലും സാധാരണക്കാരിൽ എത്തുന്നില്ല ഒന്നും. ഇപ്പോൾ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കും, അത് പകുതി വഴിയിൽ നിൽക്കും, സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാർ. അതെ, സാധാരണക്കാർക്ക് തന്നെയാണ്. അത് ഏത് ഗവൺമെന്റ് വന്നാലും അങ്ങനെ തന്നെയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇനി 10 വർഷം കഴിയുമ്പോൾ പുതിയൊരു സർക്കാർ വരട്ടെ എന്ന് ആഗ്രഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാം, ബാക്കിയെല്ലാം കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കും. അതിൽ നമ്മളും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇന്നേക്ക് 3 വർഷം തികഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഈ ഭരണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭരണത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇനി ഈ സർക്കാർ വേണ്ട, മതിയായി. 2ാം തവണ വന്നിട്ട് വേണ്ടെന്നാണ് ഈ സർക്കാരിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് തന്നെ അത് അറിയാം. പക്ഷെ അത് അറിയാതെ രണ്ടാമത് വന്നതാണ്. പക്ഷെ അത് വരില്ല. പിണറായി സർക്കാർ ഇനി വരില്ല. എന്തുകൊണ്ടാണ് ചേട്ടന് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും? ഒരുപാട് ഉണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. അമ്മയ്ക്ക് തന്നെ പെൻഷൻ ഉണ്ട്, കിട്ടുന്നില്ല. പിന്നെ വേറെന്ത് പറയാം, അങ്ങനെ ഒരുപാട് പലരും വികസന നേട്ടങ്ങളും ആരോഗ്യ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് എന്നുള്ള പല രീതിയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിപ്പോ ആര് വന്നാലും ഇത് ഉണ്ടാകും. അത് ഇവര് തന്നെ ഒന്നുമില്ല, വികസനം ആര് വന്നാലും ഉണ്ടാകുന്നതാണ്. അതെ. പിണറായി സർക്കാരിന്റെ ഭരണം ഇപ്പോൾ 8ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ ജനം എന്നുള്ള നിലയിൽ എന്താണ് ഈ ഒരു സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ഇല്ല. എങ്കിലും ഓർമ്മയുള്ളത് കൊറോണ സമയത്ത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട്, ഞാനിപ്പം എൻ്റെ പാരൻസ് ഇവിടെയായിരുന്നു കൊറോണ ടൈമില്. അങ്ങനെ അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഡൽഹിയിലൊക്കെ അങ്ങൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പാരൻസ് ഇവിടെ ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി ഹെൽത്ത് ആയാലും വന്ന് പോയി അന്വേഷിക്കാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എക്കണോമിക് വൈസ് ചോദിച്ചാലും ഈ ഭരണം മുന്നേ എക്കണോമിക് എന്തായിരുന്നോ ഇപ്പോഴും അത് തന്നെയാണ്, സെയിം അവസ്ഥയായിട്ടാണ്. ഇപ്പം വലിയ ചേഞ്ചസ് ഒന്നുമില്ല. എക്കണോമിക് വൈസ് സ്റ്റിൽ സെയിം. 8 വർഷം മുന്നേ എങ്ങനെയായിരുന്നു ഇപ്പോഴും അത് സെയിം തന്നെയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ജനങ്ങൾ ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കുവെച്ചത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.